ഇന്നൊരു ട്രഡീഷണൽ കളർ പാലറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺസ് ഒക്കെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സൂപ്പർ നെറ്റ് കോട്ട ബ്ലോക്ക് പ്രിന്റഡ് കളക്ഷൻ വിത്ത് മിറർ വർക്ക് എംബ്രോയിഡറി. പിന്നെ ടോപ്പും ദുപ്പട്ടയും നമുക്കൊരു സമ്മർ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാട്ടെ. ഇപ്പം നമുക്ക് വിന്റേഴ്സ് ആർ ഓൾമോസ്റ്റ് ഡൺ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ വേണ്ടുന്ന ഫാബ്രിക് നമുക്ക് സൂൺ കോട്ട ഫാബ്രിക് എല്ലായിടത്തും കണ്ടു തുടങ്ങും. ബിക്കോസ് നമുക്കതില്ലാണ്ട് നമുക്ക് സൽവാർ സെറ്റ്സ് ഒന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ബിക്കോസ് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫാബ്രിക് ബേസ് അത്. ആൻഡ് ദിസ് ഇസ് സംതിങ് ദറ്റ് യു ക്യാൻ വെയർ ഫോർ സമ്മർ വിന്റർ എവറിത്തിങ്. ആൻഡ് ഇതിൻ്റെ ലുക്ക് നമുക്ക് ഇന്നത്തെ കളക്ഷൻ്റെ ലുക്ക് ഒന്ന് കാണാം. 1499 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. സോ ദിസ് ക്യാൻ ഗോ അപ്പ് ഓർ ഡൗൺ. ഇത് നമ്മളുടെ ഒരു ഡിസൈൻ നമുക്ക് എന്താണോ നമ്മളുടെ ലുക്ക് നോക്കുന്ന അനുസരിച്ചിട്ട് രണ്ട് രീതിയിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് പ്ലാസ്റ്റിക് മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിൽ ഇതിനകത്ത് ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോ പോർഷനിൽ ഈ ഒരു സ്ട്രൈപ്സിനകത്ത് ഒരു ത്രെഡ് ഹൈലൈറ്റും കൂടെ വന്നിട്ട് ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. അതിങ്ങനെ സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡ് ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്പർ പോർഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് കിടക്കുന്ന നെക്ക് പീസസ് ഒക്കെ വേറെ ആണെന്നെങ്കിൽ ചിലപ്പോൾ കൊണ്ടുവരാനൊക്കെ ചാൻസസ് വരുന്നുണ്ട് കേട്ടോ. ബെസ്റ്റ് ഇത് ലോ പോർഷനിൽ തന്നെ വരുന്നതാണ്. പക്ഷേ നമുക്ക് അപ്പർ പോർഷനിൽ വേണമെങ്കിൽ വെക്കാം. ദുപ്പട്ടയും സൂപ്പർ നെറ്റ് കോട്ടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്തും ഈ ഒരു ബ്ലോക്ക് പ്രിന്റഡ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഇസ് കോട്ടൺ ബോട്ടം ആണ്. അത് ആക്ച്വലി സ്ലബ് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്റ്റാർച്ച് ഫീലിലാണ് വരുന്നത്. സോ യു മേ ബി യു കെൻ റിൻസ് ഇറ്റ് ബിഫോർ ഗിവിങ് ഇറ്റ് ഫോർ ടൈലറിങ്. ബിക്കോസ് അപ്പോൾ നമുക്ക് ഷ്രിങ്കേജ് ഇഷ്യൂസ് ഒക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ബാക്കി കളേഴ്സ് ഒന്ന് കാണാം. ഫസ്റ്റ് വൺ ഒരു ബ്രൗണിഷ് യെല്ലോയുടെ കൂടെ ബേൺഡ് പീച്ച് കോമ്പിനേഷൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഒരു സോഫ്റ്റ് പിങ്കിൻ്റെ കൂടെ ഗ്രേ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് ഒരു ബ്ലൂ ടോണും കൂടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട, ഗ്രേ ആൻഡ് ലൈറ്റ് പിങ്ക് കോമ്പിനേഷൻ, വെരി സോഫ്റ്റ് ലുക്ക്. അതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന പ്രിന്റ് ഡിസൈൻസും വരുന്നുണ്ട് കേട്ടോ. ജോമെട്രിക് ആസ് വെൽ ആസ് ഫ്ലോറൽ ബഞ്ച് ഇതിനകത്ത് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബ്ലൂ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കളക്ഷനാണ്. അതിനകത്ത് ഒരു സോഫ്റ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ടോപ്പിൻ്റെ ലുക്ക് ഇതാ വന്നിരിക്കുന്നത്. നമുക്ക് അപ്പർ പോർഷനിൽ വേണമെങ്കിലും വയ്ക്കാം. ഒരേ വിട്ട് തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് പാനൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ളി പ്രിന്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ബ്ലാക്ക് പാനലാണ്. അതിനകത്ത് ജോമെട്രിക് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രിന്റ് ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ലുക്കാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് വെരി റെഗുലർ. നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്ന പ്രിൻറ്റിൻ്റെ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് ബാക്ക് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ബാക്കിൽ നമുക്ക് ഈ ഒരു ഇത് വരത്തില്ല. അത് ഫുള്ളായിട്ട് സെയിം ഇത് തന്നെ ജോമെട്രിക് പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം, സോഫ്റ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡ്. ആൻഡ് ദ ലാസ്റ്റ് ലുക്ക് ഒരു റെഡിഷ് ടോണിലാണ് വരുന്നത്, റെഡിഷ് പിങ്ക് ഷെയ്ഡ്. ആൻഡ് മിറർ വർക്ക്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ്, അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ടയുടെ ബോർഡേഴ്സിനായിട്ട് ആ ഒരു കളേഴ്സിൻ്റെ സ്ട്രൈപ്പ് ലുക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കണം. 1499 നല്ലൊരു ബൈ ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SW1632 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇവരെ ട്രൈ. ഇന്ന് കാഷ്വൽ വെയറിന് പറ്റുന്ന ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റൈസ് കോട്ട ഫാബ്രിക് ആണ് ഇന്നത്തെ കളക്ഷൻ. ആൻഡ് ഇത് ഒരു ഭയങ്കര ഒരു ലൈറ്റ് പേസ്റ്റൽ പാലറ്റും അല്ല, പക്ഷെ ഡാർക്കർ ആയിട്ടുള്ള ഒരു ടോണല്ല, ഒരു ഇൻ ബിറ്റ്വീൻ വന്നിരിക്കുന്ന ഷെയ്ഡാണ്. അത് കോട്ട ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ലൈറ്റർ ഫീലിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. 1399 റേഞ്ചിൽ ഫുള്ളായിട്ട് ലക്നൗ ഇൻസ്പയർഡ് എംബ്രോയിഡറി ഡീറ്റെയിൽ. അപ്പോൾ ഫ്രണ്ട് പാനൽ ഫുള്ളായിട്ട് വർക്ക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ടയിലും ഇതേ സെയിം ബേസ് മെറ്റീരിയലിൽ തന്നെ ബോർഡർ പാറ്റേൺ വിത്ത് സ്കാറ്റർ. അതൊരു 3D ഇഫക്റ്റിലാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഹെവിയർ ഫീലിലാണ് വന്നിരിക്കുന്നത്. പേൾസും ഒക്കെ ആയിട്ട് പെയർ ചെയ്യാനാണെങ്കിൽ കാഷ്വൽ അല്ല, നമുക്കൊന്ന് എന്തെങ്കിലും ഒരു ഒക്കേഷൻ വെയറിനും ആക്ച്വലി നല്ലതാണ് കേട്ടോ. 1399 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് ഇതെല്ലാം നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മളെ ഇൻ സ്റ്റോറും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് സീ ഇറ്റ് ഇൻ റിയൽ യു കെൻ ഗോ ടു അവർ സ്റ്റോഴ്സ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ആസ് വെൽ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇസ് എ മോഫ് പിങ്ക്, ആൻഡ് ദെൻ വി ഹാവ് എ പീച്ച്, ടീൽ ബ്ലൂ ആൻഡ് ഒരു ചിക്കു ബേജ് ഷെയ്ഡിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം ഓപ്പൺ ചെയ്ത് കാണാം. എന്നാലും എല്ലാം ഒരേ ഡീറ്റെയിൽസ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്.
ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതിനകത്ത് കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോണിൽ തന്നെ വന്നിരിക്കുന്നത് ഡാർക്ക് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോളിഡ് റൈസ് കോട്ട ഫാബ്രിക്. റൈസ് കോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി സൂപ്പർ നെറ്റ് കോട്ട വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യാൺ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന് റൈസ് സ്കാറ്റർ ചെയ്തിട്ടേക്കുന്ന പോലത്തെ ഉള്ള ഒരു ലുക്ക് വരും. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ലേസ് എഡ്ജാണ് ഇതിൻ്റെ അകത്ത് ദുപ്പട്ടയ്ക്ക് ഫിനിഷിങ്ങിനായിട്ട് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് നോട്ട് ടൂ ബ്രോഡ്, ഭയങ്കര ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക് അല്ല കേട്ടോ. അതൊരു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പീച്ച്. അപ്പോൾ ഇതിൻ്റെ എഡ്ജിലും നമുക്ക് ഈ ഒരു നമ്മുടെ ടോപ്പിൻ്റെ എഡ്ജിലും ഫിനിഷിങ്ങിനായിട്ട് ഈ ഒരു ലേസ് ട്രിം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് സ്ലീവിൽ വെക്കണം എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് സ്ലീവിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. ആ ഒരു പാനൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് പാനൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല 3/4 സ്ലീവിൻ്റെ അകത്ത്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഇതൊരു കംഫർട്ട് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ബേസ് മെറ്റീരിയലാണ്, ഡെലിക്കേറ്റ് മെറ്റീരിയലാണ്. ഒരുപാട് ടൈറ്റ് ആക്കുന്നത് നമുക്കത് ഈ കൈയിൻ്റെ അവിടെ മടങ്ങുന്ന സ്ഥലങ്ങളൊക്കെ പിന്നെ അത് ഫാബ്രിക് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. വിതൗട്ട് ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഒരു കംഫർട്ട് ഫിറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. So this is peach, and then we have chiku beige. അത് നല്ല കളറാണ് ആക്ച്വലി. നമ്മൾ എടുത്ത് വയ്ക്കുന്നതിനെക്കാട്ടും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്കിൻ ടോണിന് നല്ല ഭംഗിയുള്ള ഒരു കളറാണത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. SW1630 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ കൂടെ ലിങ്ക് ഉണ്ടാവും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് പേജിൽ പോകാം. അപ്പോൾ ചെക്ക് ഔട്ട് www.aham.store. ഇന്ന് 2 സ്പെഷ്യൽ സാരിയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് അത് ഫുൾ ലെങ്തിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വെയറബിൾ ആവത്തുള്ളൂ. ഇപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് ഫോമിൽ തന്നെ. അപ്പം 2 ടൈ ആൻഡ് ഡൈ ലുക്സാണ്. അപ്പം നമുക്കതിനെ മൊത്തമായിട്ട് കാണാം. അത് പല്ലു പോർഷനാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു വിത്ത് ഫുള്ള് കിട്ടണമെങ്കിലും നമ്മൾ ആക്ച്വലി അത് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ടൈ ആൻഡ് ഡൈ, പ്യുവർ ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന ടസർ, ദേശി ടസറിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാരി. അപ്പോൾ ഇതിനകത്ത് മിറർ വർക്ക് ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ലുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത് അറിയാൻ പറ്റുക അതിൻ്റെ ഒരു ഡീറ്റെയിലൊക്കെ. ഇറ്റ്സ് വെരി പ്രിട്ടി, ഭയങ്കര രസമുള്ള സാരിയാണ്. അപ്പോൾ അതിൻ്റെ എഡ്ജിലോട്ട് നമുക്ക് ആ ഒരു ഷിബോറി ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ. അത് ആക്ച്വലി സ്റ്റിച്ച് ചെയ്ത് ഫോം ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഡയറക്ഷൻസൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കാണ്. ഒരു സൈഡിൽ നിന്ന് വലിച്ചോടാ, നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് വരും എന്നുള്ളത്. ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പ്രസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വിട്ടിൽ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പെൻ കലംകാരി. ഇത് പ്യുവർ പെൻ കലംകാരിയാണ്. അത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു എരുമപ്പാലിൻ്റെ മണമൊക്കെ വരും കേട്ടോ സാരിക്ക്. ആൻഡ് അതിൻ്റെ ആ ഒരു ഇത് ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് നമുക്കിപ്പോൾ കാണാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു കലംകാരി വിത്ത് ടൈ ആൻഡ് ഡൈയുടെ ലുക്ക് കാണാം. അത് വന്നിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. അപ്പോൾ ഇതിനകത്തും ആ ഒരു മിറർ വർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റിയൽ മിറേഴ്സ് അല്ല, പ്ലാസ്റ്റിക് മിറേഴ്സ് യൂസ് ചെയ്ത് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിനകത്തും ഫുള്ളായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽ ഡയമണ്ട് ഫോർമേഷൻസിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ബോർഡർ വൈസ് ഈ ഒരു കലംകാരി ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിൻ്റെ കൂടെ വന്നേക്കാണ്. അതിനകത്ത് നമുക്ക് ആ ഒരു പീകോക്ക് ഡിസൈൻസ് ഒന്നും വന്നിട്ടില്ല, അധികമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അത് പക്ഷേ അത് കുഞ്ഞു കുഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഫ്ലോറൽ ലുക്കിലാണത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കലംകാരിയിൽ അനദർ ആ ഒരു നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ടാസൽ പോലെ അതിൻ്റെ ഒരു പെയിൻറ്റഡ് ലുക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പല്ലുവിൻ്റെ ലുക്ക് വരുന്നത് സാരി. ആൻഡ് നമുക്കിതിൻ്റെ ബ്ലൗസ് പീസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. നല്ല ഭംഗിക്ക് വന്നിരിക്കുന്ന ബ്ലൗസാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടുക. പ്രൊഫഷണലി ഗെറ്റ് ഇറ്റ് ഡൺ ഓൾസോ ഞാനതും സജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരിയുടെ ലുക്ക്. സോ ദിസ് ഇസ് 19,999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണിത്. ബിക്കോസ് ഇറ്റ്സ് പ്യുവർ ടസർ, പ്യുവർ ദേശി ടസർ, പെൻ കലംകാരി. ആൻഡ്
നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ റിയൽ ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന ഡീറ്റെയിൽ ആൻഡ് ഇതിനകത്ത് മിറർ വർക്ക് ഡീറ്റെയിലും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ പോർഷൻ. ഇത് ഫുൾ സാരിയിൽ മിറർ വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇത് ജസ്റ്റ് ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് RGD 133 എന്നുള്ള കോഡിൽ വന്നേക്കാണ്. ഇതും അതുപോലെ തന്നെ വർക്ക് ഡീറ്റെയിലോട് കൂടി വന്നേക്കാണ്. ഫുള്ളായിട്ട് ഈ ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേൺ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടോട്ട് ലൈറ്ററായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതും പ്ലേസ്മെൻറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ദിസ് ഇസ് ദി ഓൾ ലുക്ക്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ്. 2 സ്പെഷ്യൽ സാരിയാണ്. ഇത് 14,999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിനകത്ത് ബേജ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഡയമണ്ട് പാറ്റേണിൽ വന്നിട്ടുള്ള സ്കാറ്റഡ് സിംഗിൾ മിറർ ആയിട്ടുള്ള ഒരു ലുക്കിൽ ചെയ്തേക്കാണ്. ദീസ് ആർ ഓൾ സ്പെഷ്യൽ സാരീസ്. ഇപ്പോൾ ഈ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഓൾസോ വെരി ഒത്തൻറ്റിക്. അപ്പോൾ പെൻ കലംകാരിയുടെ ഒരു പീസ് ആൻഡ് ദെൻ വി ഹാഡ് അനദർ വൺ. ഇത് രണ്ടും പ്യോർ ടസറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ യു ഡു ചെക്ക് ഇറ്റ് ഔട്ട്. RGD 132 and 133.